കൂടെയുള്ളത് സംഗീതത്തിൽ വിരലുകൾ കൊണ്ട് മാന്ത്രികത കാണിക്കുന്ന 4 യുവ താരങ്ങളാണ്. നമുക്ക് വെൽക്കം ചെയ്യാം അമൽ, ഡെനിൽ, ശരൺ, സിദ്ധാർത്ഥ്. എവിടെയാണ് നാട്, എന്താണ് പഠിച്ചത്, എങ്ങനെ ഇങ്ങനെ എത്തിപ്പെട്ടു? ഞാൻ ശരിക്കും ഒരു ഗിറ്റാറിസ്റ്റ് അല്ല. ഗിറ്റാർ യൂട്യൂബ് വഴിയാണ് പഠിച്ചത്. സിംഗറാണ് ശരിക്കും. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഡബ്സിന്റെ ഒരു വീഡിയോയിലൊക്കെ നിങ്ങളെ പുതിയ നമ്മൾ നല്ല ഒരു ഏജ് ഓഫ് പീപ്പിൾസ് എല്ലാരും കണ്ടിരുന്നു. ഇത് പഴയ സ്റ്റൈല, ഇതൊന്നും ഇനി ഈ പറഞ്ഞപ്പോ തബല ആയിക്കോട്ടെ ഒന്നും അതിനൊന്നും ഇനി പുതിയൊരു ജീവിതം ഇല്ല, ലൈഫില്ല. അതെല്ലാം പണ്ടത്തെ നാടകങ്ങളിലോ അല്ലെങ്കിൽ പണ്ടത്തെ സിനിമകളിലോ മാത്രം ഒതുങ്ങി പോകുന്നതാണ് ഒരുവിധം എല്ലാവരും കരുതിയിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ഇടയ്ക്കാണ് നിങ്ങൾ ഈ പറഞ്ഞൊരു സംഭവം വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്നത്. ഇപ്പൊ അപ്പുവിനൊരു യുണീക്ക് സ്റ്റൈൽ ഉള്ളതുകൊണ്ട് അപ്പൊ ഇപ്പൊ എവിടെ പോയാലും അപ്പുവിന്റെ സ്റ്റൈല് ആസ്വദിക്കാൻ കുറെ പേരുണ്ടാവും. എല്ലാരും വൈറലായ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. എല്ലാരും വൈറലായി. ഓക്കെ. നമ്മൾ ഈ പറഞ്ഞ പോലെ റീൽസിലല്ലേ ഇത് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ നേരിട്ട് കേൾക്കുമ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. ഹായ് ഹലോ, ദി സൗണ്ടിൽ ഇറ്റ്സ് മീ പ്രശാന്തി. ഇന്ന് എൻ്റെ കൂടെയുള്ളത് സംഗീതത്തിൽ വിരലുകൾ കൊണ്ട് മാന്ത്രികത കാണിക്കുന്ന 4 യുവ താരങ്ങളാണ്. നമുക്ക് വെൽക്കം ചെയ്യാം അമൽ, ഡെനിൽ, ശരൺ, സിദ്ധാർത്ഥ്. ഗൈസ്, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? കുഴപ്പമില്ല, സുഖമാണ്. അടിപൊളിയായിട്ട് പോകും. എന്തുവാ 2 മാസം വീട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞു. 2 മാസം എന്ത് പറ്റി? നാട്ടില് ഡെയിലി പരിപാടിയാണ് ഇപ്പൊ. വീട്ടിലാണോ പരിപാടി? മനസ്സിലായില്ല. അതായത് പരിപാടി ഇല്ലാന്നാണ് അങ്ങനെ യാതൊരു പരിപാടി ഇല്ലാന്നാണോ പറയുന്നത്? ഇത്രയും ഫേമസ് ആയി നിങ്ങൾക്ക് പരിപാടി ഇല്ലാന്നോ? മഴയത്തല്ലേ സംഗീതം ആസ്വദിക്കുക എല്ലാവരും. എല്ലാ ആർട്ടിസ്റ്റുമാരും കഷ്ടപ്പാടിലുള്ള ഒരു സമയമാണ്. ജൂൺ ജൂലൈ മാസം ആർട്ടിസ്റ്റുകളുടെ ഒരു കഷ്ടകാലമാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ഇല്ല, മീൻസ് ഞങ്ങളെ പോലെ ബഡ്ഡിങ് ആർട്ടിസ്റ്റുകൾക്ക് ബേസിക്കലി കുറവാണ് കമ്പാരിറ്റീവ്ലി പ്രോഗ്രാംസ്. അതിന്റെ അർത്ഥം കടം ചോദിക്കരുത്. നോട്ട് ദ പോയിന്റ്. ഈ മാസങ്ങളിൽ ഇവരുടെ അടുത്ത് ആരും കടം ചോദിക്കരുത്. വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും. വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഞങ്ങൾ സ്വീകരിക്കുന്നില്ലേ? പല ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പല ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിലേ, ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഫാൻസിന് വേണമെങ്കിൽ അകമൊഴിഞ്ഞ് സഹായിക്കട്ടെ. അവരിപ്പോ അവരും കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കാൻ 2 മാസമായിട്ട്. അപ്പൊ വേണമെങ്കിൽ ഗൂഗിൾ പേ നമ്പർ വേണമെങ്കിൽ ഇവര് തരൂട്ടോ താഴെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അതായത് നിങ്ങളെ പറ്റി ചിലപ്പോ എല്ലാവർക്കും അറിയണമെന്നില്ല. കുറച്ച് സോങ്ങുകള് വൈറലായി, പക്ഷെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ പഠിച്ചു, ഫാമിലി എന്തൊക്കെയാണ്, എങ്ങനെ ഇതിലോട്ട് എത്തിപ്പെട്ടു, ഒന്നും ആർക്കും അറിയണ്ടാവില്ല. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ആക്ച്വലി അപ്പു എന്ന് പറയുന്ന വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പേരുണ്ട്. എനിക്ക് അപ്പു തന്നെയാണ്. 2 അപ്പുമാരുണ്ട് അപ്പൊ ഗ്രൂപ്പില്. ബാക്കി 2 പേരും സിദ്ധു, ഡെനിൽ തന്നെ വിളിക്കാം. അവസരങ്ങൾക്കനുസരിച്ച്. അപ്പൊ എന്നാ നമുക്ക് സിദ്ധു എന്ന് തുടങ്ങാം. എവിടെയാണ് നാട്, എന്താണ് പഠിച്ചത്, എങ്ങനെ ഇങ്ങോട്ട് എത്തിപ്പെട്ടു? എത്തിപ്പെട്ടത് അപ്പു വിളിച്ചപ്പോ വന്നാണ് ഇങ്ങനെ. ഞാൻ ഇവിടെ എത്തിയ കാര്യമല്ല ചോദിച്ചേ. അതായത് ഇപ്പൊ ഒരു നിലയിൽ നിങ്ങൾ എത്തിയില്ലേ, പറയുന്ന 4 ആളെ അറിയുന്ന ആളുകളായില്ലേ, അതെത്തിയത്. അത് അപ്പൊ പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞു
ബേസിക്കലി എൻ്റെ പേര് സത്യം പറഞ്ഞ വലിയ പേരാ, വി ശരണേഷ് ശേഖർ. ആനയുടെ പേരാ. അച്ചാച്ചനെ മാറ്റില്ലേ? വി ശരൺ എസ് ശേഖർ എന്നാണ് ശരിക്കുള്ള പേര്. അപ്പോ ചെറിയ പ്രായം മുതൽ ഇതിങ്ങനെ പഠിക്കുന്നുണ്ട്. അതായത് കീബോർഡാണ് പഠിച്ചത്. അപ്പോൾ വീട്ടിൽ ഹാർമോണിയം ഉണ്ട്. അപ്പോൾ അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഹാർമോണിയം. അപ്പോൾ ലെസ്ലി പീറ്റർ മാസ്റ്റർ അടുത്ത് ഞാൻ കീബോർഡ് പഠിക്കുന്നത്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഹാർമോണിയം ഇൻട്രസ്റ്റ് ആയി, ഹാർമോണിയം വായിച്ചു തുടങ്ങി. പിന്നെ ഹാർമോണിയത്തിന് ഒന്നുകൂടി വ്യത്യസ്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരണമെന്നുള്ളതായിരുന്നു എൻ്റെ ആശയം, കുറച്ചും കൂടി യങ്സ്റ്റേഴ്സിലോട്ട് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അത് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് സാധിക്കില്ല ഒരിക്കലും. അപ്പോൾ അങ്ങനെ എൻ്റെ അത്രയ്ക്കിടയിൽ കണ്ടുമുട്ടിയതാണ് സിദ്ധാർത്ഥിനെ. ഞാൻ സിദ്ധാർത്ഥിനെ ഒന്ന് വെക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുത്തു. ഇത് പറ്റി അവിടെ എന്തോ ഒരു സ്റ്റോറി ഉള്ള പോലെ. അല്ല, സ്റ്റോറി അല്ല അത് മീൻസ് ഇവനെ ഫസ്റ്റ് കാണുന്നത് വേറൊരു പരിപാടിക്ക് ഒരു റിഹേഴ്സലിന്റെ ഭാഗമായിട്ട് അവനെ പരിചയപ്പെടുന്നത്. ഇവൻ എനിക്ക് മെസ്സേജ് അയച്ച്. അപ്പം ഞാൻ തബലിസ്റ്റിൽ ഇങ്ങനെ തപ്പി നടക്കുക എറണാകുളത്ത് വരുമ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ട്, ബ്രോ അവൻ്റെ വായ്പിൻ സ്ലാങ്, എനിക്ക് അപ്പോൾ അവൻ്റെ സ്ലാങ് എനിക്ക് മനസ്സിലാവുന്നു. ഞാൻ പാലക്കാട്ടുകാരനായതുകൊണ്ട് വേറെ ഒരു സ്ലാങ് ആയതുകൊണ്ട് എൻ്റെ അടുത്ത്, ബ്രോ ഈ തബലയ്ക്ക് പറ്റിയ പാട്ടൊക്കെ വായിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇവനെ ഏൽപ്പിച്ചിട്ട് കൂടി ഇങ്ങോട്ട് മെസ്സേജ് അയക്കും. അപ്പം ഞാൻ വള്ളിയാണെന്ന് ഓർത്ത് ഞാനത്. അങ്ങനെ പ്രോഗ്രാമിന് പോയി. ഇവൻ 2 പാട്ട് വായിച്ചപ്പോൾ എനിക്ക് പിന്നെ നോക്കാനില്ല, ഫ്ലാറ്റായ ഞങ്ങള്. പിന്നെ എന്താ നോക്കാനുള്ളത്, പിന്നെ അങ്ങോട്ട് കൂടി. പിന്നെ അങ്ങനെ വന്നാണ് അമൽ എൻ്റെ ഇപ്പം ഇതുപോലെ ഞങ്ങൾ കോമഡി ഉത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ നിന്നാണ് അമലിനെ പരിചയപ്പെടുന്നത്. അവനവിടെ ഇങ്ങനെ കറങ്ങി നടക്കായിരുന്നു. അപ്പം ഞാനും കറങ്ങി നടക്കുന്നു. ഞങ്ങൾക്ക് ആർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ എങ്ങനെയൊക്കെയോ 3 ആളായിട്ടും കണക്റ്റ് ആയി. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇദ്ദേഹം നമ്മുടെ ഒരു ഞങ്ങളെല്ലാവരും ഒരു ചേട്ടനാണ്. ആള് വീട്ടിലെ തബലിസ്റ്റ് ആണ്, സ്റ്റുഡന്റ് ആണ്. കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ നിങ്ങള് ഫ്രണ്ട്സ് ആയത് എങ്ങനെയാന്ന് പറഞ്ഞു, പക്ഷെ ഇതിന്റെയൊക്കെ അപ്പുറത്ത് ലൈക്ക് അതിന് മുന്നേ ഓരോ സ്റ്റേജ് ഉണ്ടാവില്ലേ നിങ്ങൾ എങ്ങനെ ഇതിലോട്ട് എത്തിപ്പെട്ടു എന്നുള്ളത്? ഇപ്പോൾ അച്ഛൻ വഴിയാണ് ഹാർമോണിയം കയ്യിൽ കിട്ടുന്നതുമെല്ലാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാം ഓരോ ഇൻസ്ട്രുമെന്റ് പഠിച്ചു. അപ്പൊ അതിലോട്ട് എത്തിയൊരു കഥ ഉണ്ടായിരിക്കുമല്ലോ, ലൈക്ക് ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടാണോ അതോ സ്വയം നമുക്ക് തോന്നിയിട്ടാണോ ലൈക്ക് എനിക്കിത് വേണം, ഞാനിത് പഠിക്കണം, അങ്ങനെ വല്ലതും തോന്നിയിട്ടാണോ ഇതിലോട്ട് എത്തിപ്പെട്ടെ? നിനക്ക് നിന്റെ ഒരു സാറില്ലേ? അല്ല, അച്ഛൻ പാട്ട് പാടും. അപ്പൊ അങ്ങനെ അച്ഛൻ അപ്പൊ നമ്മ ടൈമിംഗ് ഒക്കെ വായിക്കുമല്ലോ. ഇപ്പൊ ഭജൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാ? ഭജൻസിന് അച്ഛൻ പോകുമ്പോ അതിന്റെ കൂടെ ഞാൻ പോകാറുണ്ട് ടൈമിംഗ് വായിക്കാൻ. മറ്റേ ഇങ്ങനെ കിളിങ്ങളെ സാധനം. അപ്പൊ അതൊക്കെ അടിച്ചടിച്ച് അപ്പൊ ഒരാള് അതില് വായിക്കണ ഒരു തബലിസ്റ്റ് പറഞ്ഞു പിന്നെ താളുകൊണ്ട് ഇവനെ തബല പഠിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ഇറക്കല് ഒരു മുരളി എന്ന് പറഞ്ഞ ആശ. അങ്ങനെ ആശ നിർബന്ധിച്ച് എന്നെ പഠിപ്പിച്ചാണ്. ഭജനയ്ക്ക് പോയിട്ട് താളം കിട്ടിയിട്ട് അവനിലൊരു കഴിവ് ആശാൻ താളമുണ്ടല്ല, നമുക്ക് താളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ പുള്ളി നിർബന്ധിച്ച് എന്നെ പഠിപ്പിച്ചാണ്. ഇവന്റെ താളമുണ്ട് ഇവനെ തബല പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് തബല പഠിപ്പിച്ച് അത്രേ. ആ സാറ് പറഞ്ഞതാണോ അല്ലെങ്കിൽ പഠിക്കൂലായിരുന്നു? അയാള് ചെയ്തത് നന്നായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ബേസിക്കലി ഇപ്പോ ഞങ്ങക്ക് ഇവനിപ്പോ എനിക്ക് 20 വയസ്സായിട്ടുള്ളൂ. എനിക്ക് 20 വയസ്സായിട്ടുള്ളൂ. ഈ കഴിഞ്ഞ മന്താണ് ഞങ്ങൾക്കായത്. ഞങ്ങൾക്ക് ഈ മ്യൂസിക് വെച്ചിട്ട് ഈവൻ ഫാമിലിയോട്ട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ മെയിൻ കാര്യം ഞങ്ങളുടെ സ്വന്തം കാര്യം ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതൽ ഞങ്ങൾക്ക് മ്യൂസിക് കൊണ്ട് വേറെ ഒന്നും മീൻസ് ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ഫിനാൻഷ്യലി അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് സമാധാനമായിട്ട് മീൻസ് ചില സമയത്ത് നമ്മൾ അറിയില്ല നിഴല് പോലും ചതിക്കുന്ന സമയം എന്ന് പറയുന്ന പോലെ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ വേറെ ആരും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മ്യൂസിക് ഉണ്ട്. ഞങ്ങൾ ഒറ്റപ്പെട്ടവരല്ല എന്നുള്ളതാണ് സത്യം. സംഗീതമാണ് എപ്പോഴും നമ്മള് ഉറപ്പായിട്ടും നമ്മളൊരു കൂട്ടുകാരനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ട്രാവൽ ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മ്യൂസിക് ഓരോരുത്തരായിട്ട് കണക്ട് ചെയ്യുന്നുള്ളതാണ്. ഇപ്പം ഞങ്ങൾ ഡെനിലൊക്കെ സത്യം പറഞ്ഞ് ഇപ്പൊ പറയുകയാണെങ്കിൽ 1 മാസത്തെ പരിചയം ഉണ്ടാവുള്ളൂ. ഞങ്ങളിപ്പോ വളരെ അടുത്തു. ഇപ്പൊ മ്യൂസിക് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ അടുക്കൂല. മ്യൂസിക് കുറെ പേരായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങള് പെട്ടെന്ന്. അമലിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ അറിയാം കണക്ട് ചെയ്യുന്നതിന്. അല്ല അങ്ങനല്ല, അതായത് മ്യൂസിക് ആണല്ലോ എല്ലാം. അപ്പം നമുക്ക് എന്ത് സപ്പോർട്ടാണെങ്കിലും ഇപ്പോൾ ഇമോഷണലി ഡൗൺ ആണെങ്കിലും നമ്മളൊരു പാട്ടെടുത്ത് പാടിയാലും നമുക്ക് അവിടെ എന്താ പറയുക നമ്മളുടെ മൈൻഡൊക്കെ സെറ്റാവും. അപ്പോൾ എന്ത് വന്നാലും മ്യൂസിക്കാണ് ഞങ്ങളെ ബേസിക് സംഭവം എന്ന് പറയുന്നത്. ഏറ്റവും സങ്കടം വരുമ്പോൾ പാടുന്ന ഒരു പാട്ട് ഏതാ? അങ്ങനെയാണെങ്കിൽ
സങ്കടം വരുമ്പോൾ സന്തോഷിക്കുമ്പോഴെങ്കിലും സങ്കടം. ഞാൻ ശരിക്കും ഒരു ഗിറ്റാറിസ്റ്റ് അല്ല, എന്നാലും ഗിറ്റാർ യൂട്യൂബ് വഴിയാണ് പഠിച്ചത്. സിംഗറാണ് ശരിക്കും. അപ്പോൾ അങ്ങനെയാണ് പിന്നെ പരിചയപ്പെടണേ. ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തില് ആള് ഡാൻസിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഡബ്സിന്റെ കുറെ ഒരു വീഡിയോയിലൊക്കെ നിങ്ങളെ അത് കോൺഫിഡൻഷ്യലാണ് ഒരു ശരിക്കും നിങ്ങൾ എങ്ങനെയാ ഡബ്സിനെ ഇത് കണക്ട് ചെയ്തിട്ടില്ലേ? ബേസിക്കലി ഡാപ്സി ആള് ഇങ്ങനെ എന്താ പറയാ ഫുൾ റോക്ക് അങ്ങനത്തെ റാപ്പ് മൂഡാണെങ്കിൽ പോലും ആളുടെ ഉള്ളിൽ കുറെ ഇങ്ങനത്തെ ഹാർമോണിയം, തബല അങ്ങനത്തെ സംഭവങ്ങൾ ആളുടെ ഉള്ളിൽ കുറെ ഉണ്ട്. ആൾ മലബാർ എന്ന് പറയുന്ന പോലെ തന്നെ ആളുടെ ഉള്ളിൽ കുറെ ഇങ്ങനെ മലബാറി ആൾക്കാർ വായിക്കുന്ന ഹാർമോണിയം കാര്യങ്ങളൊക്കെ ആളുടെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ എന്നെ പുള്ളിക്ക് ഒരു താല്പര്യമാണ് ഹാർമോണിയം വായിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് എന്നെ പറഞ്ഞു ഒരു ദിവസം നമുക്ക് ഇരിക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒപ്പം കൂടെ 2 ആളുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഓൾറെഡി വരെയൊക്കെ അറിയാം, പുള്ളി എല്ലാം അങ്ങനത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ആൾക്കറിയാം. അപ്പോൾ ഞങ്ങൾ ഒരു കൂട്ട് വരുന്നുണ്ട്. എന്തായാലും കോൺഫിഡൻഷ്യലാണ്. ഓക്കെ, പാട്ടുകാരനാണല്ലേ? എവിടെയാ പഠിച്ച പാട്ടൊക്കെ? പാട്ട് നാട്ടിലാണ് പഠിച്ചത്. പരപ്പുണ്ണികൃഷ്ണൻ മാഷ് എന്ന് പറഞ്ഞൊരു മാഷാണ് ഗുരു ആദ്യം ഉണ്ടായത്. അദ്ദേഹം മരിച്ചിട്ട് പിന്നെ ഹരിപ്രസാദ് മാഷ് അങ്ങനെ കൈമാറി വന്നു. എത്ര വർഷമായി പാട്ട് പഠിക്കുന്നു? ശരിക്കും പറഞ്ഞാൽ 15 വർഷമായി പാട്ട് പഠിച്ചിട്ട്. പിന്നെ ഇപ്പോൾ കൊച്ചിയിൽ വന്നുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പായിട്ടുള്ളൂ. ഇപ്പോൾ ട്രെയിനിങ് ഒന്നും എടുക്കുന്നില്ല, സെൽഫായിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ. ഓക്കെ, എന്നാൽ ശരിക്കും പഠിച്ചതിൽ ആദ്യം പഠിച്ചൊരു പാട്ടുണ്ടായിരിക്കില്ലേ? നമ്മൾ ഈ സരിഗമ പദനി അല്ലാതെ വേറെ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ടാവില്ലേ? കുറച്ച് ആദ്യം പഠിച്ചത് എന്ന് വെച്ചാൽ പണ്ടത്തെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്ന അനുരാഗിണി പാട്ടല്ലേ, അതൊക്കെയാണ് അന്ന് അച്ഛൻ പഠിപ്പിച്ചിരുന്നതല്ല, ഇത് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ പാട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പം അന്ന് അതൊന്ന് പാടാൻ പറ്റും നമുക്ക്? കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ, കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ ഒരു വേദിയിൽ കുളിരോ എന്ത് രസാലേ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ട്? കമ്മ്യൂണിക്കേഷൻ അല്ലേ, ആ പാട്ടിലൂടെ സഞ്ചരിക്കാന്ന് പറയുന്നത് സംഭവമാണ്. ഒരു ശരിക്കും അതൊരു ഭാഗ്യം തന്നെയല്ല. അതായത് സംഗീതം എന്ന് പറയുന്നത് എല്ലാവരും ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്രയും ആളുകളുടെ മനസ്സിലൊരു ഇടം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമല്ലേ? അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം. പക്ഷെ അതിൽ കുറെ ഇഷ്യൂസ് ഉണ്ട്. മീൻസ് ഇപ്പോൾ എന്താ പറയുക, ഞങ്ങൾ മ്യൂസീഷ്യൻസ്, ബഡ്ഡിങ് മ്യൂസീഷ്യൻസിന് വരുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. ലൈക്ക് വളർന്നു വരുമ്പോൾ തന്നെ ഇപ്പം നിൽക്കുന്ന മ്യൂസീഷ്യൻസ് തന്നെ നമ്മളെ തളർത്തുന്നൊരു രീതി ഉണ്ട്. അതിപ്പോൾ ഇതിൻ്റെ ലൈക്ക് അസത്യമാണത്. എല്ലാ ഫീൽഡിലും ഉണ്ട് പറയില്ല ഈഗോ ഇഷ്യൂസ്. അതുപോലെ നിലനിൽക്കെ തന്നെ നമുക്ക് അതിൻ്റെ പോസിറ്റീവ് വശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും റീസെൻ്റ് ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ പറയുക കണ്ണൂർ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തൃശ്ശൂരാണ് ഇറങ്ങേണ്ടത്. അല്ല സോറി, തൃശ്ശൂരാണ് ഇറങ്ങേണ്ടത് സത്യത്തിൽ. പക്ഷെ ഞാൻ മാറി ഇറങ്ങിപ്പോയി, സ്ഥലം മാറി ഇറങ്ങിപ്പോയി.
അപ്പോൾ എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ലിക്വിഡായിട്ട് പൈസ വെക്കാറില്ല. എൻ്റെ ഫോണും ഓഫാണ്. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഉണ്ടാവും, മീൻസ് ടിക്കറ്റ് അല്ലാണ്ട് നമ്മൾ ചെറിയ ബോക്സ് ആയിട്ട് വെച്ചിട്ട് ഇരിക്കുന്നില്ലേ ട്രെയിനിൻ്റെ. പുള്ളി അവിടെ നിന്ന് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് ലൈക്ക് ശരണല്ലേ ചോദിച്ചു. അപ്പോൾ അതേ ശരണാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക പറഞ്ഞു. പുള്ളിയാണ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നെ. അവിടെ നിൽക്കുന്ന പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നെ ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലോട്ട് വരാൻ പറ്റി. അത് ലൈക്ക് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് എനിക്ക് വേറെ വല്ല ജോബായിരുന്നു എനിക്ക് സാധിക്കില്ലായിരുന്നു. ഈ മ്യൂസിക്കായിട്ട് എല്ലാവരുമായിട്ട് കണക്ട് ആവാൻ പറ്റുകൊണ്ടാണ് സാധിച്ചത്. അതുപോലെ എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെ ഒരു ഇല്ല നിനക്ക് എനിക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഇവിടെ തീരൂല, അതാ പ്രശ്നം. അതിൽ ഏറ്റവും ഇപ്പൊ ശരണ്യ അവന് ഫീൽ ചെയ്ത കാര്യം പറഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൊച്ചിയിൽ ഇഷ്ടംമാരെ ആർട്ടിസ്റ്റ് ഉണ്ട്. പക്ഷേ ഓരോ ആൾക്കുള്ള ടാലന്റ് ആയിരിക്കുമല്ലോ, വേറെ ചിലപ്പോൾ സീനിയർ ആളായിരിക്കും, പക്ഷെ സീനിയറിലും അറിവുണ്ടാവും ജൂനിയർ ആയിട്ടുള്ള കുട്ടി കാര്യങ്ങൾക്ക്. അപ്പൊ വളർന്നു വരുന്നതിന് അത് അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് കളയും. അതാണ് സ്വഭാവം. അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. റീസെന്റ് ഇപ്പൊ ഞങ്ങളൊരു അനുഭവം ഞങ്ങൾ പെർഫോം ചെയ്യാൻ പോയപ്പോ ഒരു സീനിയർ ആർട്ടിസ്റ്റ് അങ്ങനെ ലൈക്ക് ഇത് ബേസിക്കലി ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സത്യമല്ലേ? ഇപ്പം നമുക്കിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് കയറി വരും. ഇപ്പം എൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ വേറൊരു ഹാർമോണിയം വായിക്കുന്ന ഒരു പയ്യനെ കാണുകയാണെങ്കിൽ എനിക്ക് അൾട്ടിമേറ്റ് എനിക്ക് സന്തോഷം. ഞാൻ വേഗം എടുത്ത് ഷെയർ ചെയ്യും. ലൈക്ക് അതാണ് അവരുടെ എനിക്കിപ്പോൾ ഒരു പേടിയില്ല എൻ്റെ പ്രോഗ്രാം അവൻ വളർന്നു വന്നത്. കാരണം എന്നെ ആവശ്യമുള്ളവർ എന്നെ വിളിക്കുള്ളൂ, അത്രേ ഉള്ളൂ. എന്നെ ആവശ്യമുള്ളവർ എന്നെ വിളിക്കും. അല്ല വിളിക്കില്ല എനിക്ക് വേണ്ട, ഞാൻ വീട്ടിലിരുന്ന് വായിക്കും, അത്രേ ഉള്ളൂ. എൻ്റെ അച്ഛനമ്മയെങ്കിലും മിനിമം കേൾക്കും. ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിൽ ഞാൻ വേറെ ജോബിന് പോകും. ഞാനിപ്പോൾ ഇത് മാത്രം വെച്ചിരിക്കുന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വളരാൻ സഹായിച്ചെങ്കിൽ ഒരുപാട് മ്യൂസീഷ്യൻസ് ഇന്ന് ഇവിടെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഓരോ ഫീൽഡ് എടുത്ത് നോക്കിയാലും അതിൽ കുറേ പേരുണ്ടാവും, പക്ഷെ അതിൽ യുണീക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഇപ്പം അപ്പുവിനൊരു യുണീക്ക് സ്റ്റൈലുള്ളതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ എവിടെ പോയാലും അപ്പുവിൻ്റെ സ്റ്റൈല് ആസ്വദിക്കാൻ കുറേ പേരുണ്ടാവും. അപ്പോൾ അതേപോലെ കുറേ ഹാർമോണിയസ് വരും. അപ്പം ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വരുന്ന ആൾക്കാരെ അതിനെ താത്തി കളഞ്ഞാൽ അതിലൊരു പോയിന്റ് ഇല്ല. കാരണം ഓരോ ആൾക്കും ഡിഫറെൻറ്റ് എന്താ പറയുക, ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. ഇപ്പം ഞാൻ പാടുന്ന വ്യത്യാസമുണ്ട്, വേറൊരാൾ പാടുന്ന വ്യത്യാസമാണ്. പാട്ട് ഒരേതായിരിക്കും, പക്ഷെ പാടുന്ന സ്റ്റൈല് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ സ്റ്റൈലിനെ എന്താ പറയുക, സ്റ്റൈലിനെ അഡാപ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവർക്ക് അതെപ്പോഴും ഉണ്ടാവും. അപ്പോൾ അന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരെ താത്താൻ പാടില്ല. ഇപ്പം ഞാനാണെങ്കിലും അപ്പു ആണെങ്കിലും ആരാണെങ്കിലും നമ്മളോട് വരുന്ന നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്ന ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മൾ കയറി ഒന്നിച്ച് ജാം ചെയ്യും. അതിൽ നമ്മൾ വേർതിരിവ് അങ്ങനെ ഒന്നും കാണിക്കാറില്ല. ആരാണെങ്കിലും എന്ത് പാടിയാലും നമ്മൾ ഒന്നിച്ച് ഇരുത്തി നമ്മൾ പാടിക്കും. മിസ്റ്റേക്സ് ഉണ്ട്. എല്ലാവരും കഴിവുള്ളവരാണ്. അതെ അതെ, എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ഇതല്ല, നമ്മളെല്ലാവരും നോട്ട് ചെയ്യണം. ആദ്യം പറഞ്ഞ പോലെ എല്ലാവർക്കും യൂണീക്ക് ആയിട്ടുള്ള ടാലന്റ് ഉണ്ട്. അപ്പൊ ആരായാലും എല്ലാവരും കഴിവുണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റും. പക്ഷെ നമ്മൾ ഒന്നും വേണ്ട, ആസ്വദിക്കുന്നതന്നെ ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ഞങ്ങൾ ഇതൊക്കെ വായിച്ചിട്ട് ഇവിടെ ആർക്കും അത് ആസ്വദിക്കാൻ അറിയില്ലെങ്കിൽ പോയി നിങ്ങൾ തന്നെ ഞങ്ങളെ വിളിക്കൂല ഉറപ്പായിട്ടും. അപ്പൊ എല്ലാത്തിനും ഓരോ രീതികളല്ലേ. തളർത്തലാണ് അപ്പൊ ചുറ്റിൽ നിന്നും കിട്ടുന്നത്. അല്ല അങ്ങനെ പറയുന്നില്ല ഉണ്ടെന്ന് പറയാം. പക്ഷെ അത് ഒന്നാമത്തെ കാര്യം ഞങ്ങളത് മൈൻഡ് ചെയ്യാറില്ല. അതാണ് സംഭവം. ചിരി വരും ഞങ്ങൾക്ക് ഓൾറെഡി. നേരത്തെ വിഷമം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് നമുക്കത് ശീലമായി. അല്ല എനിക്കിപ്പോഴും വിഷമമുണ്ട് കേട്ടോ. എനിക്ക് ചിലതൊക്കെ ഞാൻ കോമഡി ആയിട്ട് പറയുന്നത് നമുക്ക് അങ്ങനെ അതിനെ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വിഷമമുണ്ട് ഇപ്പോഴും. കാരണം നമ്മളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടവരെന്നെ തളർത്തുമ്പോൾ ഉണ്ടാവുന്നൊരു തരം വിഷമം, ഭയങ്കര വിഷമല്ലേ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോ ഈ ഒരു പ്രായത്തിൽ തന്നെ, ചെറിയ പ്രായമാണ്, ഈ പ്രായത്തിൽ തന്നെ നിങ്ങൾ കലാകാരന്മാര് പോലും നിങ്ങളെ അംഗീകരിച്ചു അല്ലേ? അത് വലിയൊരു കാര്യമല്ല. ഒരു പക്ഷെ മറ്റുള്ളവർക്കുള്ളിൽ ഒരു ജലസ്യ ഫീൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അവർക്കാർക്കും എത്താൻ പറ്റാത്തത് കൊണ്ടും ആയിരിക്കാം നിങ്ങളോട് ചിലപ്പോൾ ഒരു നിരസം നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ നമ്മൾ ഈ യാത്രയിലൂടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ വേറൊരു സ്റ്റൈലിലായിരുന്നു ഉണ്ടായ. പെട്ടെന്ന് അപ്പുവിനായിട്ട് കണക്ട് ആകുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് സാധിച്ചു. ഓരോരുത്തടുത്തുനിന്നും ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ എവിടെ എത്തിയിട്ടില്ല, പ്രോഗ്രാം ചെയ്യുന്നു മാത്രം. ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടു. അതിൻ്റെ കാര്യം ഭയങ്കര കോമഡിയാണ്. ലൈക്ക് ഞാൻ ഇട്ടു, പിന്നെ എനിക്ക് പ്രോഗ്രാംസ് വന്നപ്പോൾ അത് ഭയങ്കര ക്ലാഷായി. എൻ്റെ സ്കൂൾ ആകെ
തകിടം മറിഞ്ഞു. ഞാൻ ക്ലാസ് എടുക്കേണ്ട സമയത്ത് ഞാൻ പ്രോഗ്രാമിലാവും. അപ്പോൾ ഇപ്പം എല്ലാത്തിനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. സോ സ്കൂളിപ്പോൾ നൈസായിട്ട് പോകുന്നുണ്ട്. ഹാർമോണിയം കീബോർഡ് മാത്രമേ ഉള്ളൂ ഇവിടെ പഠിപ്പിക്കുന്നത്. സിദ്ധുവിനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ട് തബല ക്ലാസ്സിന്. അതോടുകൂടി വീണ്ടും ആ പഴയ സ്റ്റേജിലോട്ട് പോകുന്നതാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. ഈ ആക്ച്വലി ഈ ഹാർമോണിയം എന്ന് പറയുമ്പോഴേ നമ്മളെല്ലാവരും നമ്മൾ നല്ല ഒരു ഏജ് ഓഫ് പീപ്പിൾസ് എല്ലാവരും കണ്ടിരുന്നു ഇത് പഴയ സ്റ്റൈലാ, ഇതൊന്നും ഇനി ഈ പറഞ്ഞപ്പോ തബല ആയിക്കോട്ടെ ഒന്നും അതിനൊന്നും ഇനി പുതിയൊരു ജീവിതം ഇല്ല, ലൈഫില്ല, അതെല്ലാം പണ്ടത്തെ നാടകങ്ങളിലോ അല്ലെങ്കിൽ പണ്ടത്തെ സിനിമകളിലോ മാത്രം ഒതുങ്ങി പോകുന്നതാണ് ഒരുവിധം എല്ലാവരും കരുതിയിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ഇടയ്ക്കാണ് നിങ്ങൾ ഈ പറഞ്ഞൊരു സംഭവം വീണ്ടും ഇങ്ങനെ കൊണ്ടുവന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ അത് നന്നായി മോനെ നമ്മളെല്ലാരും മറന്നിരിക്കുന്ന ഒരു സംഭവം ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട്? ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എന്ത് പുതുമയായിട്ട് ചെയ്യുന്നു അതിനെ ആദ്യം തളർത്തും, പിന്നീട് അത് ട്രെൻഡായിട്ട് എല്ലാവരും അംഗീകരിച്ച് തുടങ്ങുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് എൻ്റെ 5 പഠിക്കും മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ് 800. എൻ്റെ വീട്ടിൽ 800 ആണ് കൊല്ലങ്ങളായിട്ടുണ്ടായിരുന്നത്. 800 പുറത്തുനിന്ന് എൻ്റെ ഫ്രണ്ട്സ് 800 അവർക്കൊരു കുറച്ചിലാണ്. ഇന്ന് അതേ 800 ആണ് അവർ തപ്പിക്കൊണ്ട് കിടക്കുന്നത്. ലൈക്ക് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു 800 തന്നെ. അപ്പം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ഇപ്പോൾ ഓക്കെ സെറ്റായി. അപ്പോൾ എന്താ പഴയത് 800 ഒക്കെ അത് ഒന്നുകൂടി പഴയതാവുക ചെയ്തത്. അതുപോലെ തന്നെ ഹാർമോണിയം ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഹാർമോണിയം ഇതുപോലെ തന്നെ പ്രോഗ്രാം ഏൽപ്പിച്ചിട്ടൊരു കോളേജ് ടീം ചോദിച്ചിട്ടുണ്ട് ഹാർമോണിയാണ് ഞാൻ വായിക്കുന്നത്. ഹാർമോണിയം വേണ്ട, കീബോർഡാണെങ്കിൽ ഓക്കെ വേണ്ട, ഞാൻ കീബോർഡ് പോയി വായിച്ചു. അതോടൊപ്പം ഹാർമോണിയത്തിൽ പാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചോദിച്ചു. അപ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മടിയുള്ളൂ. ലൈക്ക് ഒന്നും മോശമായിട്ടല്ല, ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. അത് പണ്ടത്തെ പാട്ടല്ലേ, ഒരു പഴയ അങ്ങനെയാ കാണുന്നത്. പക്ഷെ അതിലുള്ളൊരു സംഗീതം ശരിക്കും ആസ്വദിക്കാൻ ആരും മനസ്സ് കാണിക്കാത്തത് കൊണ്ടായിരിക്കും. ഉറപ്പായിട്ടും എല്ലാം അടിപൊളിയാണ്. ഇപ്പൊ പുതിയ പാട്ട് പറയും, പുതിയ പാട്ടില് പഴയ പാട്ടിന്റെ അങ്ങനെയൊന്നുമില്ല. പുതിയ പാട്ട് നല്ല രസമൊക്കെ കേൾക്കാൻ, ആസ്വദിക്കാൻ മനസ്സുണ്ടായാൽ മതി. അത്രേ ഉള്ളൂ. പുതിയ പാട്ടെന്ന് കേട്ടപ്പോഴാണ് ആക്ച്വലി ഇപ്പൊ തബലയിലൊക്കെ ഒരുപാട് ആളുകൾ പുതിയ സോങ്ങുകൾ പല രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും തബല പഠിച്ചൊരു വ്യക്തി എന്ന രീതിയിലേക്ക് അത് ശരിക്കും എങ്ങനെ എടുക്കുന്നത്? ലൈക്ക് മോശമായിട്ടാണോ, ലൈക്ക് ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? പ്രശ്നം എങ്ങനെയാ ഇപ്പോ അതൊരു കോൺസെപ്റ്റ് ആണ്. പിന്നെ അതൊക്കെ നമ്മൾ ഈ ചട്ടക്കൂട്ടിൽ നിന്ന് ചിന്തിക്കുന്നോണ്ടുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ എന്താ പറയുക, പണ്ട് കർണാട്ടിക് മ്യൂസിക്കിൽ എന്നല്ല, അതിൽ വരുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ അതിൽ മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ ഗസൽ പഴയ സോങ്സിൽ മാത്രമേ ഹാർമോണിയം പാടുള്ളൂ. എന്തുകൊണ്ടൊരു ഡ്രംസും ഹാർമോണിയം വെച്ചുകൂടാ? ഡ്രംസിന് അറിയില്ല അത് ഹാർമോണിയം വായിക്കുന്നത്, നമുക്കല്ലേ അറിയുള്ളൂ. ലൈക്ക് അത് ഒരു പുതിയൊരു ഫീൽഡ് ജനറേറ്റ് ചെയ്യുക, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം അത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവരണം, എന്നാൽ അതിനെ പുതുമ ഉണ്ടാവുള്ളൂ ഉറപ്പായിട്ടും. അതായത് ഒന്ന് നോക്കിയാൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ കൂടുതൽ റീൽസ് നോക്കിയാൽ പഴയ പാട്ടാണ് വരുന്നത് ഇപ്പം. അപ്പോൾ അതിൻ്റെ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പിള്ളേരൊക്കെ. കാരണം എന്താ പറയുക, ഇപ്പോൾ എന്താ പറയുക, ജെൻസി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ, അതിൽ പെടുന്ന നമ്മളും ജെൻസി ആണ്. എന്നാലും ഞാൻ പറഞ്ഞ 2K കിഡ്സ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അതിലും ഇപ്പോൾ കുറേ കുട്ടികൾ പഴയ പാട്ട് ആസ്വദിച്ച് തുടങ്ങിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സോഷ്യൽ മീഡിയയിലൂടെ. കാരണം ഇപ്പോൾ ഒരു സ്റ്റേജിൽ ഞാൻ പഴയ പാട്ട്, ഇപ്പോൾ ഒരു കായാമ്പൂ ഞാൻ സ്റ്റേജിൽ പാടുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അതിലെല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. കാരണം മുമ്പ് അങ്ങനെയല്ല, മുമ്പ് പഴയ പാട്ട് പഴയ പാട്ട് ഇവനൊക്കെ എന്താ. അതിന് സോഷ്യൽ മീഡിയ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെ, ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതാണ് സത്യം. എല്ലാവരും പഴയ ട്രെൻഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംഗീതത്തിൽ മാത്രമല്ല, ഡ്രസ്സിംഗ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ ആ ഒരു സ്റ്റൈൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല എല്ലാത്തിലും. അപ്പം അതാണ് സംഗീതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ശരിക്കും നിങ്ങൾ വൈറലായതൊരു പാട്ടിലായിരുന്നു അല്ലേ? ഓരോരുത്തരും ഓരോ പാട്ടിലാണ് വൈറലായത്. എല്ലാവരും വൈറലായ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. എല്ലാവരും വൈറലായ പാട്ട്. ഓക്കെ, അപ്പോൾ തുടങ്ങി. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രോഗ്രാമുകളൊക്കെ വായിച്ചിട്ടുണ്ടായി. പക്ഷെ എനിക്കൊരു ബൂസ്റ്റ് കിട്ടിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എ.ആർ. സാറ് ഷെയർ ചെയ്ത പടകാളി വായിച്ചപ്പോഴാണ്. അപ്പം അതന്നെ വായിക്കാം.
എനിക്കിത് പറയണ അറിയുന്നില്ല, നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ റീൽസിലല്ലേ ഇത് കണ്ടിട്ടുള്ളൂ, അപ്പൊ നേരിട്ട് കേൾക്കുമ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. ഓക്കെ, ശരിക്കും AR റഹ്മാൻ ഇത് സ്റ്റോറി ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല. ആൻഡ് ഫസ്റ്റ് അത് എനിക്ക് അതിന്റെ വാല്യൂ മനസ്സിലാക്കാൻ എനിക്ക് ടൈം എടുത്തു എന്നുള്ളതാണ് അതിന്റെ സത്യം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നാമത് ഞാൻ ഉറക്കത്തിലിരിക്കുമ്പോഴാണ് എനിക്ക് കോള് തന്നെ സാറ് എന്താ വീഡിയോ ഷെയർ ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അത് ഇത്ര വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് മനസ്സിലാക്കിയതില്ല, ആളുകൾ മനസ്സിലാക്കി തന്നതാണ്. കാരണം എൻ്റെ വിജയത്തിൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് കുറേ സൊസൈറ്റിയിൽ കുറേ ആളുകളുണ്ട്. ലൈക്ക് അവർ പറഞ്ഞപ്പോഴാണ് ഇത്രയും ഞാൻ അറിഞ്ഞത് ഇത് ഭയങ്കര വാല്യൂ ഉള്ളൊരു സംഗതിയാണെന്നുള്ളത്. ഓക്കെ, നമുക്കൊന്ന് അടുത്ത ആളെ സോങ്ങിലോട്ട് പോകാം. ഇവൻ വായിച്ചെല്ലാം എന്നാലും ഇത് ഫസ്റ്റ് 9 പാട്ടുകൾ വൈറലുണ്ട്. ഏറ്റവും കൂടുതൽ അതിൽ വൈറലായത് മീൻസ് ഭയങ്കര റീച്ച് ചെയ്ത്, അല്ലെങ്കിൽ എപ്പോഴും ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇതൊന്ന് ചെയ്യാൻ പോകുന്നു. അന്നത് ലൈക്ക് എല്ലാവരും പാടും. ഓക്കെ, നീ ആജിജാനു ആളെ ആജിജാനു ഗസല. आज जाने की जिद ना करो, आज जाने की जिद ना करो, यूं ही पहलों में बैठे रहो, यूं ही पहलों में बैठे रहो, आज जाने की जिद ना करो, आज जाने की जिद ना करो. ഓക്കെ, നമുക്ക് അടുത്ത ആൾ ഡെനിലോട്ട്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ വൈറലായിട്ടുള്ളൊന്നുമില്ല. ആ ടൈമിൽ നമ്മൾ വായിച്ചിടുക, അങ്ങനെ ഇന്ന സോങ് ഒന്നുമില്ല എനിക്ക് അങ്ങനെ. എന്നാ ഡെനിലിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം? എന്നെ വേറൊരു കോൺസെപ്റ്റാണ്. അവന് അങ്ങനെ ഫെയിമിന്റെ ഒരു സംഭവമല്ല, അവന്റെ ആർട്ടിസ്റ്റിനെ വളർത്തിയെടുക്കുക എന്നുള്ളൊരു. എന്നാലും ഉള്ളിലൊരു ഇതുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്, അങ്ങനെ ഒരു സോങ് ഉണ്ടായിരിക്കില്ലേ? എന്നാ മേരഡോന്ന് പറയുക. One, two, three, four. നല്ല രസമുണ്ട് കേട്ടോ. പല പല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. അതെ, എല്ലാം അറിയോ? അല്ല, ഞാൻ പെർക്കഷൻ എല്ലാം വായിക്കും. ഞാൻ മെയിനായിട്ട് പഠിച്ചിരുന്ന തബലയും മൃദംഗമാണ് പഠിച്ചിരിക്കുന്നത്. പിന്നെ പെർക്കഷൻ മെയിനായിട്ട് എല്ലാം തുകൽവാദി എല്ലാം വായിക്കും. പെർക്കഷൻ എന്ന് പറഞ്ഞാൽ തുകൽവാദികളുടെ പെർക്കഷൻ എന്ന് പറയണത് നമ്മൾ എല്ലാം വായിക്കും. ഇഷ്ടമാണെല്ലാം. എങ്ങനെയാ ഇതിലോട്ട് എത്തിപ്പെട്ടെ ശരിക്കും? അമ്മയുടെ ഫാമിലി മ്യൂസിക്കാണ് എല്ലാവരും. അപ്പോൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു നല്ല രീതി. അച്ഛനും അമ്മ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഈ പാത്രം എടുത്തിട്ട് കൊട്ടും ഇങ്ങനെ ചെറുതല്ലേ. അപ്പോൾ പാത്രം ഇട്ട് കൊട്ടിയപ്പോൾ അമ്മ പറഞ്ഞ് പാത്രം വാങ്ങിച്ച് 2 അടിയെന്ന്, പാത്രം കൊട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ചളങ്ങി പോണു പാത്രം. അങ്ങനെ ഒന്നും കിട്ടിയപ്പോൾ തലക്കെട്ട് കൊട്ടാറായി. ഞാൻ തലക്കെട്ട് കൊട്ടി ലാസ്റ്റ് വീട്ടിലാരും തബല വായിക്കില്ല. അപ്പം അന്ന് എൻ്റെ സാറുണ്ട് പൊന്നൻ മാഷോട് തബല പഠിപ്പിക്കാനാക്കി. ആ തബല പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതാ, തബലയുടെ പകുതിയുള്ളൂ. ഞാൻ കുഷീനൊക്കെ ഇട്ടിട്ട് എൻ്റെ പുറത്ത് അങ്ങനെ തബല പഠിച്ച്
തബല പഠിച്ച് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് പഠിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് കയറി അങ്ങോട്ട്. പിന്നെ തബല മാത്രമല്ല ഓരോ ഇൻസ്ട്രുമെന്റും പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ആള് വേറെ ആള് കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കും. ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ട് ഓരോ ഇൻസ്ട്രുമെന്റ്സ്. പാലക്കാട് വന്നപ്പോ പന തപ്പി നടക്കുന്നു. പാലക്കാട് കാഴ്ച വന്നിട്ട് പന ഉണ്ടോ ആളൊക്കെ ഇഞ്ചുറി ഒക്കെ ഉണ്ടാവും ഇങ്ങനെ വായിക്കുന്നല്ലേ. പിന്നെ ഓർണമെന്റ്സ് കൈ കാണിച്ച് എവിടെ ഇതൊക്കെ ഇത് ഇവൻ ഉണ്ടാക്കിയതാണ്. കയ്യിലുള്ള അവൻ അത് എനിക്ക് ഓർണമെന്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു ദിവസം ഇവൻ കിടന്ന് ഭയങ്കര ടെമ്പർ, ഭയങ്കര ദേഷ്യം. ഇവന്റെ കമ്മല് പോയാണ് അവൻ ഉണ്ടാക്കിയത്. ഇത് മറ്റേ പുരാതനമായ ഞാൻ നോക്കുമ്പോ മാനേജർ എടുത്ത് എറിയും. ഇത് കുറച്ച് കൈമാറി കിട്ടിയത് എനിക്കൊരു കൊച്ചിയിലുള്ളൊരു പ്രൊഡക്ഷൻ ചെയ്യണ പുള്ളിക്ക് പുള്ളിയുടെ ഗുരു കൊടുത്തതാണ്. പുള്ളി എന്നോടുള്ള ടാലന്റ് കണ്ട് ഇഷ്ടം കൊണ്ടിട്ട് പുള്ളിയുടെ ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നതാണ്. അത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കണത്. ഇതെന്തെങ്കിലും വർഷം മിസ്സായത് കിട്ടി തിരിച്ച്. അതാണ് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമായി. അതൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല നല്ല ആന്റിക് പീസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും ബേസിക്കലി പറഞ്ഞതെല്ലാം പഠിച്ചിട്ടാണ് എത്തിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കലോത്സവത്തിലൊക്കെ പോയിട്ടുണ്ടോ? കലോത്സവത്തിന് 5 വർഷം. ഞാൻ കലോത്സവം യൂണിവേഴ്സിറ്റി കലോത്സവത്തില് ഗസലും ഫസ്റ്റ്, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ. ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു? കണ്ണൂർ യൂണിവേഴ്സിറ്റി. കണ്ണൂർ യൂണിവേഴ്സിറ്റി. നിങ്ങളൊക്കെ? സിദ്ധു എന്റെ ജൂനിയർ ആയിരുന്നു കോളേജില്. എവിടെയായിരുന്നു? ഞാൻ ആർഎൽവിയില പഠിച്ചത്, DA മൃദംഗം എടുത്തത്. ഇവരെന്റെ ജൂനിയർ ആയിരുന്നു. പിന്നെ സിദ്ധുവിനെ നേരത്തെ ചെറുതിലെ കണ്ടിട്ടുണ്ട്, കാരണം കലോത്സവത്തിന് പോകുമ്പോൾ എന്റെ ജൂനിയർ വിഭാഗം കൂടെ മത്സരിക്കാണ്ട് അങ്ങനെ അവനെ കണ്ടിട്ടുണ്ട്. ഹയർ സെക്കൻഡറി കളം തൂത്തുവാരിക്കൊണ്ട് കൊച്ചിയിൽ വന്നാൽ ഞാൻ കൊച്ചിക്കാര് പിള്ളേരെ കംപ്ലീറ്റ് കളം തൂത്തി, ഏത് ഫീൽഡ് ആയാലും കൊച്ചിക്കാര് പിള്ളേര് കളം തൂത്തുവാരിക്കൊണ്ട് പോകും. ഷരന്റെ സ്റ്റേറ്റ് കലോത്സവത്തിന്റെ ഒക്കെ ഒരു ഓർമ്മ? ഞാന് എന്താ പറയാ, എനിക്ക് സഹോദരിയായിരുന്നു. ഹാർമോണിയം മത്സരമില്ല, കീബോർഡിന് ഫസ്റ്റ് ഉണ്ടായി. അത് ഞങ്ങക്ക് സഹോദരിയായി. എനിക്ക് കലോത്സവം സ്കൂൾ ലെവലിൽ ഉണ്ടായിരുന്നില്ല, KV പഠിച്ചത്. അപ്പം ശരിക്കും ഇവർക്കറിയായിരിക്കും കലോത്സവത്തിന്റെ ഒക്കെ ആ ഒരു ഫീൽ എന്താന്നുള്ളത്. ഭയങ്കര രസം പറയുമ്പോ ഒരുപാട് മാസങ്ങൾ. ഞാൻ CBSE പഠിച്ചെന്ന് ചോദ്യം. CBSE വല്ല മത്സരമൊന്നും ഇല്ല. CBSE ഞാൻ കലോത്സവത്തിന് മത്സരിക്കണം. എനിക്ക് അതിനുവേണ്ടി CBSE ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ സ്റ്റേറ്റിലേക്ക് കയറി. നമ്മളുടെ സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ഭയങ്കര വലുതാ. അതായത് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യാൻ നമുക്ക്, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് ക്ലാസ് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകും. പക്ഷെ പിന്നീട് അതിനോട് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ ക്ലാസ് കട്ട് ചെയ്യുന്നല്ല, നമ്മൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയി നിന്ന് പോകും. ചില സമയത്ത് നമ്മൾ അത്രയും നമുക്ക് കിട്ടേണ്ടത് പോലും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമായി പോകും. ഞാനോ? അല്ല, ഞാൻ സമൂഹഗാനം ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഇല്ല, ഈ സംഘഗാനമൊക്കെ ഇല്ലേ, ഞാൻ സാൻസ്ക്രിറ്റ് ആയിരുന്നു 10th വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനൊരു 7ാം ക്ലാസ് തൊട്ടിട്ട് ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് വരെ സംസ്കൃത സംഘഗാനം, വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. അതിലെല്ലാ കൊല്ലം ജില്ല വരെ പോകും. ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് അധികം നമുക്ക് ജില്ലയിൽ നിന്ന് സെക്കൻഡ് തേർഡ് അങ്ങനെ കിട്ടിയിരുന്നത്. ഞാനത് വിട്ടിട്ട് കുറെ കാലായി. അതാ വന്ദേ മാതരം ഇല്ല, മറ്റേ വന്ദേ മാതര. വന്ദേ മാതരം അതാണ്. എനിക്ക് പാടാറില്ലടാ, കുറെ കാലായി വിട്ടിട്ട്. കുറെ കാലയിലൊക്കെ വിട്ടിട്ട് ചിലപ്പോ വെള്ളിയൊക്കെ വീണാലും. എനിക്കത് പാട്ട് എനിക്ക് അറിയുന്ന പാട്ടോ, അല്ല സിമ്പിൾ പാട്ട്. എനിക്കൊരു പാട്ട് ഇങ്ങോട്ട് പറഞ്ഞോണ്ടോ സിമ്പിൾ ആയിട്ട് പാടാൻ പറ്റുന്നേ? തുമ്പക്കുടത്തിൽ കുഞ്ചത്തായി
നമുക്ക് ലാസ്റ്റ് വേറെ പാട്ട് പാടാം പഠിച്ചിട്ട്. ഒരു കലോത്സവത്തിന് തുടങ്ങിയത്. അപ്പൊ ഗൈസ് ശരിക്കും പങ്കെടുത്തിരുന്നു കേട്ടോ പണ്ട്. അതിങ്ങനെ ആയിരുന്നില്ല, ലൈക്ക് ഈ ഒരു വന്ദേ മാതരം അത് നമുക്ക് ഇത്ര സെക്കൻഡ് ഒക്കെ ഉള്ളു. അത് ഭയങ്കര ഒരു സെക്കൻഡ് പോലും നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ നമുക്കത് പ്രൈസൊക്കെ പോകും. അപ്പോ ഭയങ്കര സീനായിരുന്നു. നമ്മൾ ഒരുമിച്ചല്ലേ പാടുന്നേ, അപ്പൊ ഒരാള് മുൻകൂട്ടി ചാടിയാൽ നമ്മൾ തീർന്നു. അങ്ങനെയല്ലേ ഗ്രൂപ്പ് സോങ് ഒക്കെ ആവുമ്പോ. പിന്നെ 10th കഴിഞ്ഞതിന് ശേഷം 10th തൊട്ട് നാടൻ പാട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ നാടൻ അമ്മയെ അങ്ങനൊക്കെ ചോദിക്കരുത്. എനിക്ക് നമ്മള് സ്ഥിരം മണിച്ചേട്ടന്റെ പാട്ട് അങ്ങനെ ഒന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ കലോത്സവത്തിൽ പാടുന്ന കുറച്ച് പാട്ടുകളുണ്ടല്ലോ, അത് വേറെ തന്നെ ആയിരിക്കും. അങ്ങനത്തെ പാട്ടുകളൊക്കെ ആയിരുന്നു പിന്നെ പാടുന്നത്. ഈ മണിച്ചേട്ടന്റെ പാട്ട് എന്ന് പറയുമ്പോഴാ ലൈക്ക് എല്ലാത്തിനെയും സിംപ്ലിഫൈ ചെയ്ത കുറച്ച് വ്യക്തികളുണ്ട്. ഇപ്പൊ മണിച്ചേട്ടൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പാടാൻ പറ്റിയ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള നാടൻ പാട്ടുകൾ ഇറക്കി. ലൈക്ക് മറ്റു ശരിക്കുള്ള നാടൻ പാട്ടുകൾ കമ്പാരിറ്റീവ്ലി കുറച്ച് അർത്ഥമൊക്കെ അറിഞ്ഞത് കുറച്ച് ഭയങ്കര ടഫാണ് പാടാൻ. സിമ്പിൾ ആയിട്ട് നാടൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും സിമ്പിളാണ്, അതിനെ അറിഞ്ഞു പാടണം എന്നാലും. പക്ഷെ അതിനെ മണിച്ചേട്ടൻ കുറച്ചൊരു സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് പറ്റുന്ന രീതികൾ പാടില്ല. അതുപോലെയാണ് ഉമ്പായി സാറ്. ലൈക്ക് ഗസലുകൾ ഭയങ്കര ടഫായിട്ട് നിൽക്കുന്ന സമയത്ത് ആളതിനെ സിംപ്ലിഫൈ ചെയ്തു, എന്നിട്ട് എല്ലാവരും എത്തിച്ചപ്പോൾ എല്ലാവർക്കും ഗസൽ ഒന്നുകൂടി ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ കുറെ ആളുകളുണ്ട്. അതുപോലെ ശരണപ്പൂ ഹാർമോണി ഭയങ്കര അതിന്റെ ഇടയിൽ കൂടെ ശരണം പോവാണ്. അതെ, ശരണം പോവാണ് ശരിക്കും ഹാർമോണി. ഇത്ര ഞാൻ ഭയങ്കര അല്ല സത്യം ചെറുതാവുമ്പോ ശരിക്കും തബലിസ്റ്റ് ആണോ ശരിക്കും. അപ്പൊ എന്റെ സാറിന്റെ ഫ്രണ്ടാണ്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും പുള്ളി വരും, എന്നിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും, അന്ന് വായിക്കും. ചെറുതാ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആളുടെ പാട്ടിന്റെ ഒരു ഫീലാണ് ഇങ്ങനെ പോയിക്കോ. ലൈക്ക് എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ട്. ഇപ്പൊ ലൈക്ക് സംഗതി അല്ലെങ്കിൽ ഭയങ്കര സംഗതി അങ്ങനെയല്ല, പാട്ടിന് അല്ലെങ്കിൽ സംഗീതത്തിന് ഒരു സോള് കൊടുത്താൽ മതി, അപ്പൊ ആളുകൾ വീഴും. ഇപ്പോ എങ്ങനെ പറയാ, വിദ്യാരമാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്, കിട്ടില്ല മ്യൂസിക് കമ്പോസറാണ്. പുള്ളിയുടെ തൊണ്ട ഫുൾ സ്ക്രാച്ച് ആണ് പാടുമ്പോ, പക്ഷെ നമുക്കത് കേട്ടാൽ മതി, നമുക്കത് ഉള്ളിലോട്ട് കൊള്ളും. ലൈക്ക് എല്ലാവരും ശബ്ദ സൗന്ദര്യം അങ്ങനെയൊന്നുമില്ല. ഈ ജാനകി അമ്മയുടെ ഒക്കെ സൗണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, വേറൊരു വോയിസ് ആണ്, പക്ഷെ കേട്ടിരിക്കും നമ്മളത്. ജാനകി അമ്മയുടെ മിഴിയോലൊക്കെ വേറെ ലെവലാണ്. നമുക്ക് മിഴിയോലൊന്ന് കേട്ടാലോ? ഓ പാടണം. മണ്ണ